അടുത്തത് നമ്മുടെ ജെൻസന്റെ ഗ്രൂപ്പ് ഡാൻസ് ആണ്. രൂപ ചേച്ചി ഒന്ന് അനുഗ്രഹിച്ചു വിട്ടേരെ. രൂപ ചേച്ചിയാണ് ഈ ഇവിടെ ഉള്ളവരെ എല്ലാരെയും ആദ്യത്തെ ചുവട് വെക്കാൻ പഠിപ്പിച്ചത്. രൂപ ചേച്ചി ഒന്ന് എഴുന്നേക്ക്. നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് രൂപ ചേച്ചി ഒന്നും പറയുന്നേക്കരുത് പ്ലീസ്. രൂപ ചേച്ചിയുടെ ബെസ്റ്റ് ട്രൈ ചെയ്ത് വാർത്തെടുത്ത് ആൾക്കാരാണ് ഇതൊക്കെ. ഈ ഡാൻസ് പ്രത്യേകിച്ച് ഈ ഡാൻസ് 3 ദിവസം കൊണ്ട് പഠിപ്പിച്ച അനിത ഒന്നിക്ക് വരും. അതോടെ അനിതയ്ക്ക് കയ്യും കാലും കാലിലും വേദനയായി എല്ലാം ഏകദേശം ഒരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. മഹേഷ് 95 ബാച്ച്, 96, 94, 93, ധന്യ 95, 34. ഇവര് സ്പൗസസ് ആണ്. ധന്യ ചേച്ചി വീട്ടില് പഠിപ്പിച്ചു പ്രവീണിനെ, ജയ ടോബിനെ വീട്ടിൽ പഠിപ്പിച്ചു. സോ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഹലോ, ഞാൻ സാം, 95 ബാച്ച്. ആരും ഒന്നും പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. 95 98 ബാച്ച്, അരുൺ മോഹൻ. 98 ആരെ കാണുന്നില്ലല്ലോ. ആരെല്ലാം ഉണ്ടോ? അല്ല, ഞാൻ ഒരാളെ കൊണ്ടതാണ് വന്നില്ലെന്ന് തോന്നുന്നത്.
അരുണ മിസ്സിൻ്റെ നമ്പർ ഷെയർ ചെയ്തിരുന്നു. പിന്നെ വളരെ സന്തോഷം. സീനിയേഴ്സ് ആണ് കൂടുതൽ പേരും. ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി ഒരുപാട് മേടിച്ചിട്ടുണ്ട്. എപ്പോഴും മാർഗം അറിയും ചേച്ചിയുടെ പേര്. ആ എപ്പോഴും കൈയടി. ഞാൻ സീനാണിത്. അല്ല നിങ്ങൾക്കുള്ളത് വേറെ വരാം ഞാൻ. അപ്പൊ ചേച്ചി വളരെ സന്തോഷം കണ്ടതിൽ. ഹസ്ബൻഡ് പിള്ള കുട്ടികളൊക്കെ അല്ല ഞാൻ വൈഫിനോട് പറയുള്ളൂ ബാക്ക് ടു ബാക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു മന്ത്ലി എന്തെങ്കിലും പരിപാടികളുണ്ട് ചേച്ചിക്ക്. അത് ഇത് അല്ല അതല്ലേ സത്യമല്ലേ? വേറെ ആരെങ്കിലും ആ ബാച്ച് പഠിച്ചവര് നമ്മളൊക്കെ ചെറുതല്ലേ? വളരെ 2-3 ഫേസ് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഓർമ്മ എന്ന് പറഞ്ഞത് ഞാൻ ഒന്ന് ചേച്ചി അറിയില്ല. നമുക്കിത് ആക്സസിബിൾ അല്ലല്ലോ സീരിയസ്. ആക്ച്വലി നമ്മൾ അസംബ്ലി കാണുന്നൊരു ഇതല്ലേ ഉള്ളൂ. പിന്നെ ജയ ചേച്ചി ഉണ്ട് രീതിയിൽ വരുന്നത്. അതിപ്പോൾ ഞാൻ ഇതുവഴി ഇങ്ങനെ അറിയാം കേട്ടോ, അല്ലാതെ എനിക്കറിയില്ല. സലിയേട്ടനാണ് വളരെ സന്തോഷം. വൈഫ് താര, 3 കുട്ടികൾ, ഇളയാൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതല്ല മാരേജ് അത്ര എളുപ്പമല്ല. ഞാൻ വൈഫ് ഓഫ് അരുൺ, താര. ഞാൻ ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണ്. 96 അല്ലേടാ പറഞ്ഞത്? 96 ബാച്ച്. പേര് ജിത്ത്. ഇത് എൻ്റെ വൈഫ്. ഞാൻ അർച്ചന, ജിതിൻ്റെ വൈഫ്. ഇത് കണ്ണൻ, എൻ്റെ ഫ്രണ്ട്. എൻ്റെ പേര് കണ്ണൻ KP, 96 ബാച്ച്. ഇതെൻ്റെ വൈഫ് രമ്യ. ആ കവിത ചേച്ചിയുടെ ബ്രദറാണ് കേട്ടോ. താങ്ക് യു. ഒരു കപ്പിൾ ഗെയിം ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിളിന് വേണ്ടി രണ്ടുപേരെ വിളിക്കാം. അവർ എനാക്ട് ചെയ്ത് കാണിക്കും എന്താ ഗെയിം എന്ന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഡയലോഗ് ഇട്ട് അത് നിങ്ങൾ എനാക്ട് ചെയ്യണം. സിമ്പിൾ. അതൊരു ഡിഫറെന്റ് ഇതായിരിക്കും. ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ജഡ്ജസ് നമ്മള് ഓഡിയൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യടി വെച്ചിട്ടാണ് ആരെ ജയിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവും. ജയിക്കുന്ന ആൾക്ക് വലിയൊരു സമ്മാനമുണ്ട്. വലിയ ചേച്ചിയുടെ പേര് രശ്മി. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ അശ്വതിയുടെ ഒപ്പമായിരുന്നു. 2001. അതെ. അതുകൊള്ള ഞാൻ പറഞ്ഞില്ലേ അന്റിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. ഭയങ്കര കോമഡിയാണ്. ബിക്കോസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഭയങ്കര ചിരി വരുക. സോ ലെറ്റ് ദം ആക്ട്. അതെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഭയങ്കര ചിരി വരുക. നിങ്ങൾക്ക് വേറൊരു പിച്ചാണ് വരാൻ പോകുന്നത്. പിന്നെ വാക്ക് മാറുന്നത്. ഓക്കെ, അതെ വേണ്ട, ഞാൻ പോയി പറഞ്ഞേക്കാം. പറയരുത് പിന്നെ
പിന്നെ വാക്ക് മാറരുത്. ഇല്ല. സത്യം. ഇതെന്താ സത്യം? ഞാൻ പറഞ്ഞേക്കാം. പറയരുത്. ശരി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും, കമ്പനി കൂട്ടും, MD തൂങ്ങും, ഗാഥയുടെ പണി പോകും. ഓക്കെ. പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു. പറയൂലല്ലേ? പറയാം. അല്ല ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. Tell me. I love you. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയും, ഐ ലവ് യു. I love you. ഓ ഐ ലവ് യു. എവിടെ ഐ ലവ് യു എന്ന് പറ. I love you. ഐ ലവ് യു. എന്താണ് ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എവിടെ എന്നാ കെട്ടിപ്പിടിച്ചോ ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഐ ലവ് യു എന്ന്. കെട്ടിപ്പിടിച്ച് ഫസ്റ്റ് കപ്പിൾ മുന്നോട്ട് വരും. ഓക്കെ, നൈസ്. ഓഡിയൻസ് ആണ് ജഡ്ജസ്. ഓക്കെ, ഇതെന്താ സത്യം? ഞാൻ പോയി പറഞ്ഞേക്കാം. പറയരുത്. ശരി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും, കമ്പനി കൂട്ടും, MD തൂങ്ങും, ഗാഥയുടെ പണി പോകും. ഓക്കെ. പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു. പറയൂലല്ലേ? പറയാം. അല്ല ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. Tell me. I love you. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയും, ഐ ലവ് യു. I love you. ഓ ഐ ലവ് യു. എവിടെ ഐ ലവ് യു എന്ന് പറ. I love you. ഐ ലവ് യു. ഇതെന്താണ് ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എന്നാ കെട്ടിപ്പിടിച്ചോ ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? ഞാൻ പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഐ ലവ് യു എന്ന്. കെട്ടിപ്പിടിച്ച് പറയരുത്. Please. പിന്നെ വാക്ക് മാറരുത്. ഇല്ല. സത്യം. സത്യം. ഞാനിപ്പോ പോയി പറയും, കമ്പനി കൂട്ടും, MD തൂങ്ങും, ഗാഥയുടെ പണി പോകും. ഓക്കെ. പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു. പറയൂലല്ലേ? പറയാം. അല്ല ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയും, ഐ ലവ് യു. ഓ ഐ ലവ് യു. എവിടെ ഐ ലവ് യു പറ.
ഇതെന്താ ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടി പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എന്തേ കെട്ടി പിടിച്ചോ ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പറ്റുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഐ ലവ് യു. കെട്ടിപ്പിടിച്ച് I love you. Oh, I love you. എവിടെ ഐ ലവ് യു എന്ന് പറ. I love you. I love you. ഇതെന്താ ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടി പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എവിടെ എന്നാ കെട്ടി പിടിച്ചോ ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പറ്റുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഐ ലവ് യു എന്ന്. കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറയും. ഐ ലവ് യു. I love you. I love you. എവിടെ ഐ ലവ് യു എന്ന് പറ. I love you. I love you. ഇതെന്താ ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടി പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എവിടെ എന്നാ കെട്ടി പിടിച്ചോ ഐ ലവ് യു. I love you. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പറ്റുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഐ ലവ് യു എന്ന്. കെട്ടിപ്പിടിച്ച് ഇതിനകത്ത് കെട്ടിപ്പിടുത്തം മാത്രമേ അതേ പറ്റുന്നുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാം. താങ്ക് യു ഓൾ. നൗ ഓഡിയൻസ് എല്ലാം പറ ആരാണ് ഇതിൽ വിന്നേഴ്സ്. അങ്ങനത്തെ ഇത് അവരോ? കൺഗ്രാറ്റുലേഷൻസ്. യെസ് യെസ് ആണോ? താങ്ക് യു. അതെ അല്ല ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞത് അത് കൂടുതൽ ചെയ്തവനാ. താങ്ക് യു. ഒരു ഇൻസ്ട്രുമെന്റൽ പെർഫോമൻസ് ആണ് ബൈ പ്രണു ആൻഡ് ധന്യാസ് ഹസ്ബൻഡ് പ്രവീൺ. രാജരാജ സോഴൻ ഇനിയാളും പാദദേശം നീതാ. രാജരാജ സോഴൻ ഇനിയാളും പാദദേശം നീതാ. പൂവേ കാതൽ തീരേ നീണ്ടു സ്വർഗം കൊണ്ട് നാഗലാനതേ ഉല്ലാസഭൂമി ഉണ്ടാനതേ. രാജരാജ സോഴൻ ഇനിയാളും ഭാരതദേശം നീതാ. പൂവേ കാതൽ തീരേ நான்
ഇരയാണ് കാതൽ ദേശം നീതാ പൂവേ കാതൽ ജീവേ രാജരാജ സോഴന്ന ഇനയാണ് കാലദേശം നീതാ രാജരാജ സോഴന്ന ഇനയാണ് കാലദേശം നീതാ പൂവി കാതൽ തീരേ സ്വർഗബന്ധു നാദയാനരേ ഉല്ലാസഭൂമി കുണ്ടാനരേ രാജരാജ സോഴന്ന ഇരയാണ് കാലദേശം നീരാ പൂവി ബൊക്കെ ഹാരം ഇതൊക്കെ ആവാം. നിങ്ങൾക്ക് കിട്ടും നോട്ടുമാല കോലം കണ്ടാലും അറിയാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ അത്യധികം ഉത്തേജിപ്പിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഫ്ലോസോ തെറ്റുകളോ തെറ്റുകുറ്റങ്ങളോ ക്ഷമിക്കുക. അപ്പം ഇതാണ് നമ്മുടെ തരുണീമണികൾ. തരുണീമരണന്മാരുള്ളത് ഇപ്പോൾ. അപ്പൊ ഞങ്ങൾ തുടങ്ങുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് ആകാംക്ഷാഭരിതരായിരുന്ന് നമ്മുടെ സദ്യ ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഫുൾ എനർജിയിൽ പോരട്ടെ. Let's start. Girls, let's start. Yes. All set. Operator. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം ആഘോഷിക്കുക. അവൻ പിന്നെ ഇന്നത്തെ ഈ വിജയം ആഘോഷിക്കട്ടെ.
ധന്യാണ് SDVയിലത്തെ സ്റ്റുഡൻറ്റ്. ഐ ഫ്രം കിച്ചൺ. ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. വളരെ നല്ല കമ്മിറ്റി, ഇൻക്രെഡിബിൾ കമ്മിറ്റി. ഇപ്രാവശ്യം എനിക്ക് ഇൻവോൾവ് ആകാൻ പറ്റിയിട്ടുള്ളൂ. വെരി വെരി കമ്മിറ്റി. ഹാറ്റ്സ് ഓഫ് ടു റൗണ്ട് ഓഫ് അപ്ലോസ്. എൻ്റെ പേര് അനൂപ്. എൻ്റെ വൈഫ് ജയ. ആ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ. നന്ദി, നമസ്കാരം. എന്റെ പേര് അനിത. മഹേഷ് കുറുപ്പിന്റെ വൈഫാണ്. ഈ പ്രാവശ്യത്തെ ഓണം വളരെ ഗംഭീരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയാതെ പറ്റില്ല. ഈ ഓർഗനൈസിംഗ് ടീം ഭയങ്കര എനർജറ്റിക് ആണ്. നമ്മൾ പ്രാക്ടീസിന് പോകുന്നത് തന്നെ നമ്മുടെ ആ ഒരു ഫണ്ടിന് വേണ്ടിയായിരുന്നു. ആകെ 2-3 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. അതും ഫ്യൂ അവേഴ്സ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. ഞാൻ ജേഷ്ണി സജീൻ, സജീവിന്റെ വൈഫാണ്. ഒരുപാട് എൻജോയ് ചെയ്യുന്നു. 2019 മുതൽ SDV അന്ന് മുതൽ ആക്റ്റീവ് മെമ്പറാണ്. താങ്ക് യു ടീം. നിങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. കാരണം നമ്മുടെ അല്ല, നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ഹെൽപ്പാണ് നമുക്ക് ഈ സമയത്ത് അല്ലെങ്കിൽ ഒരു ഗ്യാതറിംഗിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. ആസ് ജേഷ്ണി വാസ് ടെല്ലിംഗ്, 2019 മുതൽ ഈ കുറച്ച് ഫേസസ് ആണ് ഇവിടെയുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വി വാണ്ട് ന്യൂ ഫേസസ്, ന്യൂ ടീംസ്, ന്യൂ മെമ്പേഴ്സ് ടു കം അപ്പ് ആൻഡ് ടേക്ക് അപ്പ് ദ ഇനീഷ്യേറ്റീവ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ലെറ്റ്സ് ഗ്യാദർ എവ്രി വൺ ഹിയർ. ആൻഡ് ഒരേ ഫേസ് കണ്ട് മടുക്കുന്നുണ്ട്. ഞങ്ങൾക്കും കുറച്ച് നല്ല ഫേസസ് ഒക്കെ കാണണമെന്നുണ്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. മാം, ബോറടിച്ചോ? ഓക്കെ. സോ Sorry to interrupt before lunch. ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ I was taking care of the SDV Central School Alumni Association.
I gave it to an all-women team, like president, secretary, vice president, എല്ലാം സ്ത്രീകളായിട്ട് നമ്മുടെ സ്കൂളിലെ പിള്ളേരുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. And this is the second event that is getting organized this year, and it's doing really wonderful. I'm happy and I'm very proud that this association is going to run throughout as long as the expats from Alapi SDB schools here in UAE. And I appreciate and give my full respect and support to the president and her team for doing this wonderful job. Thank you. ബിഫോർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ഗെയിം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഇത്തവണ പുതിയതായിട്ട് വന്ന ഫേസസ് അരുൺ വന്നിട്ടുണ്ട്, പിന്നെ ഒരു വലിയ ഗ്യാപ്പായിരുന്നു. കറക്റ്റ്. ദെൻ യുവർ സെൽഫ് ആൻഡ് യുവർ സിസ്റ്റർ. സോ താങ്ക് യു പീപ്പിൾ. നിങ്ങളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകത്തില്ല. ബിക്കോസ് ആ ഫേസസ് കാണുമ്പോൾ വരുന്ന ഒരു സന്തോഷം ഇസ് ഡിഫറെൻറ്റ്. So I'll just hand over the mic. Just batches മാത്രം പറയാം. And നിങ്ങളുടെ how do you feel or what do you want to take it back? ഞാൻ ആരെങ്കിലും മിസ് ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. Any new comers please join up. Hi all. എൻ്റെ പേര് രഞ്ജുനാണ്. ഞാൻ 2002 ബാച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെറ്റിൽ എന്ന് പറയാൻ പറ്റില്ല. ഐ ട്രാവൽ ബാക്ക് ആൻഡ് ഫോർത്ത്. ഞാൻ കേരളത്തിലും ദുബായിലുമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടുത്തെ എനർജി ഈസ് ഇൻഫെക്ഷ്യസ് ആൻഡ് ഐ ഹോപ്പ് ടു ബി എ പാർട്ട് ഓഫ് മോർ ആൻഡ് മോർ ഇവന്റ്സ് ലൈക്ക് ദിസ്. നല്ല രസമുണ്ടായിരുന്നു. ഐ മീൻ ഫുൾ പരിപാടികളും ആൻഡ് ഐ ഫീൽ ദ ഫെമിലിയാരിറ്റി ദാറ്റ് എവരിബഡി ഹാസ് വിത്ത് എവരിബഡി എൽസ് ആൻഡ് ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ബിഗ് ടൈം. സോ താങ്ക് യു ഫോർ ദി എക്സ്പീരിയൻസ് ആൻഡ് ഐ ഹോപ്പ് ഐ വിൽ ബി ബാക്ക് അഗൈൻ. താങ്ക് യു. No hopes. Pin down at your hill. 98. That's all. 98 batch. ഇതിലൊരു നിങ്ങളിൽ എത്ര പേർക്ക് അറിയുന്നത് അങ്ങനെ സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഞങ്ങളുടെ ഫഹദ് ഫാസിൽ നമ്മുടെ LKG മുതൽ 8th വരെ ഞങ്ങളൊരു ബെഞ്ചായിരുന്നു ബാച്ച്. അതോടെ അറിയുന്നത് അറിയില്ല. 98 ബാച്ച്. ഫഹദ് 8th പോലും ജയിച്ചേച്ചിയുടെ ബ്രദറാണ് കഴിഞ്ഞത്. 9th ക്ലാസ്സിലുണ്ട്. ബ്രദർ അതല്ലോ. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. SDBയിലെ പല മീഡിയയിലും പറയുന്നില്ല. SDB പറയും LKG മുതൽ ഞങ്ങൾ ഒരു ബെഞ്ചിലാണ്. ഈ നെവർ മെൻഷൻ. ഓക്കെ, ഊട്ടിയാണ് സ്കെച്ച് ചെയ്യാറ്. ഞാൻ 8th കഴിഞ്ഞിട്ട് പോയിണ്ടായി. 8th വരെ LKG മുതൽ 8th വരെ ഒരേ ബെഞ്ച് ഒരേ ക്ലാസ്. അപ്പോൾ അതൊരു SDB. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞ നമ്മൾ ഹയാത്തിൽ വിശ്വസത്തി കഴിക്കാൻ പോയപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. പറഞ്ഞ SDB കാര്യമൊക്കെ സംസാരിച്ചു. പക്ഷെ മീഡിയയിലൊന്നും SDB മനുഷ്യർ വന്നിട്ടില്ല. കുറച്ച് പേർക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? സൺലൈറ്റിനായിട്ട് കൊണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട്. അല്ലാതെ ഇപ്പോൾ താര 3 കുട്ടികൾ, ഇളയാള്, മൂത്തയാൾ ആദിത്യ. ഞാൻ സീരിയൽ കണ്ടുകൊണ്ടാണ്. റീസെൻ്റ്ലി മാതൃഭൂമി ന്യൂസിന് ഇത് വന്നിരുന്നില്ല ലിങ്ക്. ശരി. അപ്പോൾ ഞാൻ റീസെൻ്റ് ഒരു എക്സിറ്റ് കിട്ടി. എൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റാർട്ടപ്പ് സെയിൽ ടെലകോം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്പോൾ AI ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യും. സ്റ്റാർട്ടപ്പ് കുട്ടികൾ, ഭാര്യ, ഹാപ്പി വളരെ. പക്ഷേ ഈ ഫഹദ് ഫാസിൽ ഇത് പറയുന്നത് അങ്ങനെ ഒരുപാട് പേർക്ക് അറിയില്ല. ആക്ച്വലി നമ്മൾ ഇന്നും കേട്ടിട്ടില്ല. SDBയിലെ ഏറ്റവും നല്ലൊരു സ്റ്റാർ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ നിന്നാണ് വന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു എന്താ പറയുക, അപ്പം ഞങ്ങൾ ഒരു ബാച്ചായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പുള്ളിയാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് SDB ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി അത് എന്താ പറയുക, അത് കഴിഞ്ഞ് പോയൊരു സ്കൂളായിരിക്കും. ഒരു ഹൈപ്പ് സ്കൂളായിരുന്നു ഊട്ടി BC സ്കൂളിലേക്ക് ഒബ്വിയസ്ലി. പക്ഷേ നമ്മൾ എന്താ പറയുക, LKG പോലും വളരുന്ന ഒരു പ്രായം എന്നൊക്കെ 8ാം ക്ലാസ് ആയ അത് നമ്മൾ
താങ്ക് യു. ഹലോ, എൻ്റെ പേര് രേഖ. ഞാൻ SDB 10th 2005 പാസ്. ഞാൻ അപർണ 2006 12th പാസ് ഔട്ട് ആണ്. ഇവിടെ വന്നിട്ട് 2012 വന്നതാണ്. ഇവിടെ തന്നെ സെറ്റിൽഡ് ആണ്. ഇതെൻ്റെ മോള്. ഹസ്ബൻഡ് ഇന്ന് വന്നിട്ടില്ല, ദേവകുമാർ. ഇനി കൂടുതൽ ഗാദറിങ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. ഞാൻ രാമകൃഷ്ണൻ 1993 1993 10th പാസ് ഔട്ടായിരുന്നു. എൻ്റെ വൈഫ് രമ്യ, ആയുഷി എൻ്റെ ഇവിടെ വന്നിട്ട് 13 കൊല്ലം. ദുബായ്. താങ്ക് യു. ചേട്ടൻ നല്ല ഇല്ല, ചേട്ടൻ പറഞ്ഞു, ചേച്ചി കൊടുത്താൽ മതി. ഷാനവാസായിട്ട് സംസാരിക്കുന്നില്ല. അത്രയും ഷോയൊന്നും ഞാൻ ഷാനവാസിന്റെ വൈഫ്. ഏജ് 6 പേര് പറയണം. ഷാനവാസിന്റെ വൈഫിന്റെ പേര് പറയണം. ഷെമി. കണ്ണാ പറയില്ല കേട്ടോ. സാമി തയ്യൽ 95 ബാച്ച്. സാം ദേവസ്യ, എൻ്റെ വൈഫ് ലീമ, ലിയോ സാം, ഒരാളവിടെ ഇരിക്കുന്ന ജോയി, അനൂപിന്റെ ബാക്കിൽ ഇരിക്കുന്ന ജോയി. അനൂപ് നേരെ ബാക്കിൽ ഇരിക്കുന്ന താഴെ. യെസ്, അതെന്റെ സാജൻ. ഷാജൻ ബി തയ്യൽ. ചേച്ചി സാജൻ സ്വപ്ന, എൻ്റെ പേര് ചേച്ചിയുടെ പേര് സ്വപ്ന. അവർ രണ്ടുപേരും ഇവിടെ നാട്ടിലാണ്. അവർക്ക് 14 years ആയിട്ട് ഇവിടെ ഉണ്ട്. ഗ്രേറ്റ്. താങ്ക് യു. ലീമ റോസ്. ഓക്കെ, താങ്ക് യു സാജൻ. സാം ബി തയ്യൽ. നമുക്ക് ബാച്ച് എത്ര ആൾക്കാർക്ക് ഇപ്പൊ 95 ബാച്ച് നമുക്ക് ഓൾമോസ്റ്റ് 7 or 8 അല്ലേ? നമുക്ക് നോക്കണം ഒരു മാക്സിമം ആൾക്കാർ വന്നിരിക്കുന്ന ബാച്ചിന് ഒരു പ്രൈസ് കൊടുക്കും അല്ലേ? 95 ബാച്ച് കോൺട്രിബ്യൂട്ട് നമ്മൾ പ്രൈസ് കൊടുക്കും അല്ലേ? പ്രിയ ഓക്കെ.
കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാത്തവർ കൈയെടുക്കും. പ്ലീസ് ഗൈസ് കം ഓൺ. തെറ്റുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, ആത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, സംഗീത ശില്പം നീയല്ലേ.
കവി കവി ഇലക്കാൻ മതി